ഈ വിഷു നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന പടത്തിൽ ധർമ്മജന്റെ കഥാപാത്രവും വിഷുവിന്റെ കഥാപാത്രവും കൂടി ഇരുന്ന് കുടിക്കുമ്പോൾ ധർമ്മജൻ ഇത് വെച്ചിട്ട് ലിവർ സിറോസിന്റെ ഗുളിക പൊട്ടിച്ചിട്ട് തിന്നുന്ന ഒരു വിറ്റ് ഉണ്ടായിരുന്നു. ആ വിറ്റ് എവിടെ നിന്നാണ് കിട്ടിയത്? അത് നല്ലൊരു ആശയമാണ്. കാരണം കുടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ലിവർ സിറോസിന്റെ ഗുളിക പൊടിച്ച് തിന്ന ദോഷവും ഇല്ല, ആരോഗ്യം കിട്ടും. അത് ബിബിന്റെ ഒക്കെ സ്കിറ്റിൽ വേണ്ടിയിട്ട് എഴുതിയിരുന്ന ഒരു സാധനമാണ്. അതെടുത്ത് ഞങ്ങൾ സിനിമയിലേക്ക് വെച്ചതാ. എന്നാലും ഇത് കഴിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ടച്ചിങ്സ് ആയിട്ട് ഇപ്പോഴേ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വള്ളംകളിയുടെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ നാദിർഷക്കയുടെ ഗാനമേളയാണ് അവിടെ നടക്കുന്നത്. നാദിർഷക്കയുടെ ഗാനമേള നടക്കുമ്പം APJ അബ്ദുൽ കലാം സാറാണ് അതിന് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ സ്റ്റേജിൽ അന്ന് നമ്മൾ റിയാലിറ്റി ഷോയിലൊക്കെ പൊട്ടുന്ന പടക്കം, കളർ പേപ്പറുകൾ പറന്നു വരിക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ചെയ്യുന്നത് സുധൻ എന്നും പറഞ്ഞ ഒരാളാണ്. ഈ സുധൻ അന്നത്തെ ദിവസം സുധൻ വന്നില്ല. അപ്പോൾ നാദിർഷക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടു. നാദിർഷക്ക് പറയുന്നത് എന്ത് കഷ്ടമാണിത്, ഇതിങ്ങനെ ശരിയാവില്ല, അവൻ കൃത്യമായിട്ട് അല്ലാത്ത എല്ലാ ഉത്സവപ്പറമ്പിലും വരും, ഇതുപോലെ വള്ളംകളിയുടെ പോലത്തെ ഒരു പ്രസ്റ്റീജ് സ്റ്റേജിൽ ഇവനെ കാണാത്തത് കാരണം വലിയ സങ്കടമാണ്, ഇവനെ ഇനി മേലെ ഈ പരിപാടിക്ക് വിളിക്കരുത്, ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നാദിർഷക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്തായാലും അന്നത്തെ ദിവസം സ്റ്റേജിൽ കളർ പേപ്പറും ഇല്ല, തീപ്പൊരിയും ഇല്ല, ഒന്നുമില്ല. സുധൻ മിസ്സിംഗ് ആണ്. സുധൻ മിസ്സിംഗ് ആയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സുധൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷണം വന്നു. സുധൻ ചേട്ടനെ കണ്ടില്ല, വീട്ടിൽ വന്നില്ല എന്നും പറഞ്ഞ് അന്വേഷണമായി. ഞങ്ങളും പല രീതിയിൽ അന്വേഷിച്ചു, പുള്ളിനെ കാണാനില്ല, എവിടെ പോയി എന്നൊരു പിടുത്തമില്ല. ഒരു 10 ദിവസം കഴിഞ്ഞപ്പം ചെറിയ താടിയൊക്കെ ആയിട്ട് സുധൻ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. സുധൻ നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആരോടും ഒരു ഉത്തരവും പറയുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നുമില്ല, കാര്യമില്ല. അവസാനം അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിഞ്ഞത്. ഈ APJ അബ്ദുൽ കലാം വരുന്നത് കാരണം അവിടെ ഈ ഇൻ്റലിജൻസുകാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി ഓഫീസർമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഈ സുധനെ പിടിച്ചു നിർത്തിയിട്ട് എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റേജ് ചൂണ്ടിക്കാണിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടുന്ന ആക്ഷൻ കാണിച്ചു, ഈ പിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട്. സുധനെ നേരെ ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ പോലും അറിയാതെ ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് മറ്റേ കറണ്ടിൻ്റെ കണക്ഷൻ കൊടുത്ത് ഐസ് കെട്ടെ കിടത്തി ചോദ്യം ചെയ്തിട്ട് ഇവൻ്റെ പേരൊരു ലിസ്റ്റ് കയറി. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ആര് കേരളത്തിൽ വന്നാലും സുധനെ പിടിച്ച് ജയിലിലിട്ടിട്ട് അവരിങ്ങോട്ട് വരുള്ളൂ എന്നുള്ള അവസ്ഥയായി കാലാകാലങ്ങളോളം. വിഷ്ണുവിന്റെ അപ്കമിങ് മൂവി ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത മൂവി 2 ആണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ പടത്തിന് കൊടുക്കാനുള്ളൊരു കാരണം? എന്തായിരിക്കും? 1 എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പടത്തിന് ഇട്ടല്ലോ ഓൾറെഡി. അതുകൊണ്ട് 2 ഇട്ടോ? ശരിക്കും അത് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് 2 എന്ന് പറയുന്ന സിനിമ. അത് നമ്മുടെ സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷങ്ങളും ഒക്കെ ഒരു ഹാസ്യരൂപേണ കാണിക്കുന്ന ഒരു സിനിമയാണ്. നിറയെ കോമഡി ഒക്കെ ഉണ്ട്. കോമഡി ഹ്യൂമറസ് ആയിട്ടാണ് അതിലെല്ലാം. വിഷ്ണു രാഷ്ട്രീയക്കാരനാണോ ആ സിനിമയില്? അല്ല, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ്. അതിൽ സുധീകോപ്പ, അന്ന, രശ്മരാജൻ, ഗോകുലൻ, ഇർഷാദ് ക, ടിനിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് വലിയൊരു താരനിരയുള്ള സിനിമയാണ്. താങ്ക് യു. പണ്ട് ഞങ്ങൾ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ട്, ഒന്നിച്ചൊരു ഷോയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ രമേശ് ചേട്ടനെ എല്ലായിടത്തും നേരത്തെ പോയി പരിചയമുള്ളതുകൊണ്ട് എടാ എൻ്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ കൊണ്ടുപോകട്ടോ. അപ്പോൾ പുള്ളി പല പല സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ ആര്യ ഉണ്ട്, നാദിർഷൊക്കെ ഉണ്ട്, ജയറാമേട്ടനുണ്ട്, കാളിദാസ് ഉണ്ട്, ഞാനും ബിബിനും ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഭയങ്കരമായ ഷോപ്പിംഗ്, പല പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഞാനൊക്കെ വെറുതെ വിൻഡോ ഷോപ്പിംഗ് കേട്ടോ, നടന്ന് കാണലേ ഉള്ളൂ. രമേശ് ചേട്ടൻ മേടിച്ച ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ബാഗ് കാണിച്ച്, വൈഫിന് മേടിച്ചാന്ന് പറഞ്ഞേ, ഗോൾഡൻ കളർ പോലത്തെ ഒരു ബാഗ്, ഉറക്കല്ലേ? അത് പറഞ്ഞേ അപ്പം എല്ലാവരും കളിയാക്കി. പിന്നെ ഈ കളർ ബാഗുമായിട്ട് ചെന്ന സൗമ്യ ഓടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എൻ്റെ വൈഫിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം എന്ന് പറഞ്ഞ് പുള്ളി അതായിട്ട് പോവുകയും ചെയ്ത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഷോയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് പിന്നെ രമേശൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് ആ വീട്ടിലെ ചേച്ചി പോണ്. അപ്പോൾ ഈ ബാഗ് ആ ചേച്ചിയുടെ തോളത്ത് എടുക്കാട്ടോ, ആ ജോലിക്കാരി ചേച്ചിയുടെ. ചേട്ടന് വൈഫിൻ്റെ ടേസ്റ്റ് അറിയാതാണോ പറഞ്ഞത്? ഇല്ല, സൗമ്യ ചേച്ചി ഇതെടുത്ത് എറിഞ്ഞിത് എന്ത് കളറാണ്, എനിക്കൊന്നും വേണ്ട. അവർക്ക് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ബ്രാൻഡ് ഒന്നും അറിയില്ല കല്യാണം കഴിച്ച സമയത്ത്. അപ്പം ഞാൻ പൂമയുടെ ഈ ബ്രാൻഡ് എടുക്കുമോ? ഞാൻ പൂമയുടെ ഷൂസ് കൊണ്ടുവന്നേ. അപ്പം പൂമയുടെ ഷൂസ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു റെഡ് കളർ ഷൂസാണ്. അന്ന് ഈ ഷൂസൊക്കെ ചുമലയായി തുടങ്ങിയ സമയമായിട്ടുള്ളൂ. പിള്ളേർ മാത്രമേ കളർ ഷൂ ഒക്കെ ഇടുള്ളൂ. നല്ല റെഡിലൊരു പ്രത്യേക ഡിസൈനൊക്കെ ഉള്ളൊരു ഷൂ നല്ല വില കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എടുത്ത് വെച്ചോട്ടുണ്ട്. ഇവിടെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ഇതിൽ ലൈറ്റ് കത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് തകർന്നു. കാരണം ലൈറ്റ് കത്തുന്ന ഷൂസ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കണ്ടല്ലോ. അപ്പം ഞാൻ പതുക്കെ അതെടുത്തിട്ട് അതിനകത്ത് ആ പുലി ചാടുന്ന പടം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഏതിൻ്റെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവള് ഇങ്ങനെ നോക്കിയിട്ട് ടൈഗർ ബാബ്.